സിനിമ ചില സിനിമകൾ സംഭവിക്കുന്ന എല്ലാ സിനിമയും നമ്മൾ പറഞ്ഞപ്പോൾ ഇത് ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാ സിനിമയും ഈ സിനിമയും അങ്ങനെ തുടങ്ങിയ ലിജോയെ എനിക്ക് വളരെ നാളായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ വളരെ നല്ലൊരു സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെയധികം ഇഷ്ടമായിരുന്നു. ലിജോ സിനിമയിൽ വന്ന കാലം മുതലറിയാം. ഞാൻ കുറച്ച് കഥകളൊക്കെ ഷെയർ ചെയ്തിരുന്നു. പക്ഷെ ആ സമയത്ത് നടന്നില്ല. ആ നടക്കാത്ത ഇങ്ങനെ ഒരു സിനിമ നടക്കുന്നു എന്ന് കൂട്ടി ദൈവം വിചാരിച്ചുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു സിനിമ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ സമയത്ത് ഞാൻ അറിഞ്ഞോ അറിയാതെ ഇന്ന് ഈ സിനിമ തുടങ്ങി 1 വർഷമായ ദിവസമാണ്. 1 വർഷമായി ഞങ്ങൾ ഈ സിനിമ തുടങ്ങി. 1 വർഷത്തെ കാലത്തിന് ശേഷം ഇങ്ങനെ ഈ സ്റ്റേജിൽ നിന്ന് ഇത്രയും മനോഹരമായ കാര്യങ്ങളൊക്കെ ഇതിന്റെ പുറകിലേക്ക് ചിരിക്കുകയാണ്. ഈ സിനിമ എങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ടുണ്ടായി, എന്തായാലും ഈ സിനിമ വീട്ടിലെ കുട്ടികൾക്ക് അത്രയും കിട്ടിയിട്ടുണ്ടാവില്ല. ഞങ്ങൾ കഥ കേട്ടാണ് തുടങ്ങിയത്. എൻ്റെ അമ്മയും അമ്മയും കൊച്ചിയും അമ്മയൊക്കെ കിടന്നുറങ്ങുന്ന ആ സ്നേഹവനായിട്ട് ആ ഉറങ്ങി കഥകൾ കേട്ടാണ് ഞങ്ങൾ കഥ തുടങ്ങിയത്. എല്ലാ കുട്ടികൾക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. അതുപോലെ ഒരു കഥകൾ പോലെ നാടോടി കഥയാണ്. അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പൊ അതിന് എല്ലാ ഇമോഷൻസ് ഉള്ള കഥയാണ്. ഈ സിനിമയില് പ്രേമമുണ്ട്, പ്രണയമുണ്ട്, സൂര്യമുണ്ട്, റിവഞ്ചുണ്ട്, ഇമോഷൻസ് ഉണ്ട്, ദേഷ്യമുണ്ട്, എല്ലാം അതിനുള്ളിൽ ഈ കണ്ടത് നിജം കാണാതെ ഈ കണ്ടതെല്ലാം ഈ കാണുന്നത് നിജമെന്ന് പറയുന്നത് വലിയ ഫിലോസഫി. ആ ഫിലോസഫി എന്നാണ് ഈ സിനിമ കാണുന്നത്. പിന്നെ ഈ സിനിമ വളരെ വലുതായിരുന്നു. കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സിനിമയല്ല, മലയാള സിനിമയല്ല. അല്ലെങ്കിൽ തമിഴിൽ കണ്ടാലും തമിഴ് സിനിമയായിട്ട് തോന്നണം, തെലുങ്കിൽ കണ്ടാൽ കന്നഡയിൽ കണ്ടാൽ ഹിന്ദിയിൽ കണ്ടാൽ ആ സിനിമയായിട്ട് തോന്നണം. കാരണം ഈ സിനിമ വലുതായി. അത് വലിയൊരു സ്പെക്ട്രത്തിൽ പോയി. ഞങ്ങൾ ഷൂട്ട് ചെയ്തത് രാജസ്ഥാനിലാണ്, പിന്നെ മദ്രാസിലാണ്, ചിന്തിക്കും. അതിന്റെ പ്രത്യേക കാരണം തന്നെ ഇത് എവിടെയാണ് എന്ന് നമ്മൾ പറയുന്നില്ല. ഒരു കഥയാണ്. അതിൽ അഭിനയിച്ചിരിക്കുന്നവരും അതിൽ പ്രവർത്തിച്ചവരും ഒക്കെ ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു. കാരണം വളരെയധികം കഷ്ടപ്പാടുകൾ എന്താ പറയേണ്ടത്, പറച്ചിലല്ല, കഷ്ടപ്പാടുകൾ സഹിച്ചാൽ സിനിമ കാര്യം ക്ലൈമറ്റ് വൈസ് വളരെയധികം പ്രയാസങ്ങൾ. ഞങ്ങളുടെ പൊടിക്കാറ്റുകൾ, പിന്നെ ഈ സിനിമയിലുള്ള പൊടി ഒക്കെ ഒരുപാട് പേര് ഹോസ്പിറ്റലായി. അതൊരു കംപ്ലൈന്റ് അല്ല. അതിൻ്റെ കൂടെ സഹകരിച്ച് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോയ എല്ലാവരും ആ സിനിമയുടെ ഭാഗമായ ഇതിലെ പ്രധാന കഥാപാത്രം അഭിനയിച്ച മോഹൻലാൽ എന്ന് പറയുന്ന വളരെ ഈ സിനിമയുടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇതിലെ കാസ്റ്റിംഗ് ആണ്. ഇവിടെ നൃത്തം ചെയ്ത സുനാലി മലയാളികളുള്ള ഒരു ആക്ട്രസ്സാണ്. അവരെ ആ ക്യാരക്ടറിലേക്ക് കണ്ടുപിടിച്ചു എന്ന് പറയുന്നതാണ് വിജയുടെ കഴിവ്. ഇവിടെ ഇരിക്കുന്ന കഥ അല്ലെങ്കിൽ മനോജ്, എല്ലാവരും ഓരോരുത്തരെ പറയാം. ചെറിയ റോള് ചെയ്ത മണികണ്ഠൻ, എല്ലാവരും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഉച്ചതോളായാലും പോലും രാജ്യം ഓരോരുത്തരായിട്ട് പറയുന്നത് എല്ലാവർക്കും അവരുടേതായ റോളുകൾ ചെയ്യാൻ. ഈ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ റോളിൽ വേറെ ആരെങ്കിലും ആയിട്ട് ഇത് ശരിയാവില്ല എന്ന് തോന്നുന്നത് തന്നെ. ഒരുപാട് ഫോറിൻ ആക്ടേഴ്സ്, അതിൽ 12,000 പേരുള്ള പല ദിവസങ്ങളിലൂടെയാണ് ഈ സിനിമ കാണാൻ പോയത്. മിനിമം 200 പേരെങ്കിലും ഈ സിനിമയുടെ എല്ലാ സിനിമകളും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിനെ വളരെയധികം നന്നായിട്ട് ആ പ്രൊഡക്ഷൻ നോക്കി. താങ്ക് യു. സിനിമയെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. അതിലെ എന്താ പറയേണ്ടത്, ഇതിലെ ഗാനങ്ങൾ അദ്ദേഹമാണ് ഇതിലെല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു പാട്ട് പാടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. സ്വാതന്ത്ര്യമുള്ള പാട്ട് വലിയ അവകാശവാദമൊന്നും ഞാൻ ഈ സിനിമയെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ ഇതിൽ പ്രവർത്തിച്ച എല്ലാവരും ഇതിനെ മിസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ക്യാമറാമാനാണ്.
സോ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാര്യം ഒരു ആക്ടറിന് അതിൻ്റെ കഥ കിട്ടുക എന്നുള്ളതൊരു ഭാഗ്യമാണ്. അത് നല്ല സംവിധായകൻ്റെ കൂടി പ്രൊഡക്ഷൻ്റെ കൂടെ കിട്ടുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമാണ്. ഞാൻ സിനിമ നിർമ്മിക്കുന്ന ഒരുപാട് സിനിമകൾ നിർമ്മിച്ചു. പക്ഷേ ഈ സിനിമയ്ക്കുള്ള ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറയുന്നത് കഥാപാത്രം, അതിൻ്റെ അകത്തൊരു ഫിലോസഫി, ഈ മലയെക്കൊണ്ട് വായിക്കുന്നത് എന്ന് പറയുന്നത് ഈ വലിയ മനുഷ്യൻ വലിയ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം നേരിടാനുള്ള പ്രശ്നം വളരെ രഹസ്യങ്ങളുള്ള ഒരു സിനിമ. പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 25-ാം തീയതി ഇതിനെ തിയേറ്ററിലേക്ക് ഒരുപാട് സന്തോഷം. ഒരുപാട് സ്നേഹത്തിൽ നല്ല സിനിമയെ കൈമുട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് കേരളത്തിൽ. ഈ സിനിമയ്ക്ക്